എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിലമ്പിപ്പുളി തോരനാണ്. ചിലമ്പിപ്പുളി തോരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും ഇതിന് പുളി ആയിരിക്കുകയില്ലേ എന്ന്. പുളി ഇല്ലാതെ ചിലമ്പിപ്പുളി തോരൻ എങ്ങനെയാണ് വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാവേ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ചിലമ്പിപ്പുളി പറിക്കാൻ പോവാം. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചിലമ്പി മരം. ഇതിൽ നിറയെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില കായൊക്കെ നല്ല മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അച്ചാറിടാനൊക്കെ പാകത്തിനായിട്ടുണ്ട്. പിന്നെ കുറേ പൂവുണ്ട്, ആയി വരുന്നുണ്ട് കുറേ. ഈ ചിലമ്പിപ്പുളി പറിക്കുമ്പം തോരൻ വെക്കാനായിട്ട് പറിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീരെ ചെറിയ കാ തന്നെ നോക്കി പറിക്കണം. ഒരു ഇച്ചിരി മുഴുത്ത കായ ആയിട്ടുണ്ടെങ്കിൽ അതിന് പുളിയായിരിക്കും. വേണമെങ്കിൽ ഇപ്പോൾ സംശയം തോന്നിക്കുന്നുണ്ടെങ്കിൽ ഒരു കാ പറിച്ചിട്ടൊന്ന് കടിച്ച് നോക്കാം പുളിയുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകുമല്ലോ ഏത് തരത്തിലുള്ള കായ പറിക്കണ്ടേന്ന്. അപ്പോൾ ഏറ്റവും കുഞ്ഞി കാ തന്നെ നോക്കി പറിക്കുക തോരൻ വെക്കാനായി കഴിയുമ്പോൾ. അപ്പോൾ അച്ചാറൊക്കെ ഇടാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ കറി വെക്കാനൊക്കെ ആണെങ്കിൽ കുറച്ച് മുഴുത്ത കായൊക്കെ പറിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ തോരൻ വെക്കാനായിട്ട് പറിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ചിലമ്പിക്ക. ഇനി ഇതിൻ്റെ അറ്റം മാത്രം മതി ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതിൽ പൂവിൻ്റെ ഉണങ്ങി പിടിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാകും, കറുത്തിരിക്കുന്ന അതൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇത് നല്ല വൃത്തിയായിട്ട് കഴുകി വാരിയെടുത്തിട്ട് അരിഞ്ഞെടുക്കാം. അരിയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. നീളത്തിലോ വട്ടത്തിലോ ചെറുതായിട്ടോ വലുതായിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിയാം. ഞാനിവിടെ ചെറുതായിട്ട് വട്ടത്തിലോ അരിഞ്ഞെടുക്കുന്നത്. ഇതിപ്പോൾ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം ഒരു 1/2 ടീസ്പൂണിനടുത്ത് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പം കുറച്ച് സവോള അരിഞ്ഞതിട്ട് കൊടുത്ത് വഴറ്റാം. സവോള ഒരു ചെറിയ സവോളയുടെ പകുതി മതിയാകും. ഇനിയിപ്പോൾ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമില്ല. ചെറിയ ഉള്ളി എടുക്കുവാണെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്ത് അരിഞ്ഞിട്ടാലും മതി. സവോള വഴുന്ന കളർ മാറി വരുമ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ചെറിയ പച്ചമുളകും പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. പച്ചമുളകിന് പകരം വേണമെങ്കിൽ കാന്താരി മുളകോ മുളക് പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. മുളക് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരുന്ന ചിലമ്പിക്ക ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ചേർക്കുന്നത് തേങ്ങയാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കാം. ചിലർക്ക് ഒത്തിരി തേങ്ങ ഉള്ളതാണ് ഇഷ്ടം, ചിലർക്ക് തീരെ തേങ്ങ കുറവ് ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 8 മിനിറ്റത്തേന് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ. ഞാനൊരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എട്ട് മിനിറ്റിന് ശേഷം നമ്മുടെ പുളിയില്ലാത്ത ചിലമ്പിക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. വീടിൻ്റെ പരിസരത്തൊക്കെ ചിലമ്പി മരം ഉള്ളവർ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം.